കോഴിക്കോട് ജില്ലയിലെ വടകര ഭാഗത്ത് വരുമ്പോൾ ഒഞ്ചിയം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രമായിരുന്ന ഇവിടെ RMPയുടെ രൂപീകരണത്തിന് ശേഷം ചില മാറ്റങ്ങൾ രൂപം വന്നു. അതിനുശേഷം സി പി എം പതിയെ ആ മേഖലയിൽ സ്വാധീനം തിരിച്ചുകൊണ്ടുവരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി TP ബിനീഷ്, അദ്ദേഹം SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയായിരുന്നു. അദ്ദേഹം ഏരിയ സെക്രട്ടറിയായി തുടരുകയാണ് ഇപ്പോഴും രണ്ട് പഞ്ചായത്തുകൾ, പ്രത്യേകിച്ച് ഒഞ്ചിയവും അതോടൊപ്പം തന്നെ ഏറാമലയും RMP സഹകരിക്കുന്ന മുന്നണിയുണ്ട്. CPM ഇത്തവണ എന്താണ് CPMൻ്റെ ടാർഗറ്റ്? എങ്ങനെ പോകുന്നു മത്സരത്തിൻ്റെ? ഇത്തവണ ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കാരണം കഴിഞ്ഞ തവണ ഒഞ്ചിയം പഞ്ചായത്ത് നഷ്ടമായത് കേവലം ഒരൊറ്റ വാർഡിന് മാത്രമാണ്. ഒഞ്ചിയം പഞ്ചായത്തിൽ 8 CPIM-ഉം 9 സീറ്റിൽ CPM വിരുദ്ധരായ എല്ലാവരും കൂടി ചേർന്നാണ് 9 സീറ്റ്. അപ്പോൾ ഇത്തവണ ആ സാഹചര്യം മാറി വലിയ മുന്നേറ്റം ഒഞ്ചിയം പഞ്ചായത്തിൽ CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ മുന്നേറ്റം നടത്തുകയാണ്. അപ്പോൾ ഇത്തവണ ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയും, ഒഞ്ചിയം പഞ്ചായത്ത് ഇത്തവണ എന്തായാലും ഇടതുപക്ഷം നേടുക തന്നെ ചെയ്യും. അതോടൊപ്പം നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഏറാമല ഗ്രാമപഞ്ചായത്ത്, അവിടെ സോഷ്യലിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ച് RJDക്ക് നല്ല സ്വാധീനമുള്ളൊരു പഞ്ചായത്താണ്. അവിടെ CPIM-ഉം RJDയും ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം വളരെ ശക്തമാണ്. അവിടെയാണെങ്കിൽ പഞ്ചായത്തിനെതിരെ ഒഞ്ചിയത്ത് നിൽക്കുന്നത് പോലെ തന്നെ ഒരുപാട് ജനവിരുദ്ധ വികാരം അവിടെയുണ്ട്. അപ്പോൾ ആ വികാരത്തെ ഉൾപ്പെടെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തി ഒഞ്ചിയത്തും ഏറാമലയിലും ഇത്തവണ ഈ ഭരണത്തെ ജനകീയ മുന്നണി എന്ന രൂപത്തിൽ RMPയും UDF-ഉം ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണം ഇത്തവണ അതിന് അന്ത്യം കുറിക്കും. അതോടൊപ്പം അഴിയൂർ പഞ്ചായത്തും ഇടതുപക്ഷം തിരിച്ചു പിടിക്കും. നിലവിലുള്ളത് ചോറോട് പഞ്ചായത്താണ്. ആ ചോറോട് പഞ്ചായത്ത് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് ഭൂരിപക്ഷം സീറ്റിലും വർദ്ധിക്കുന്ന മുന്നണിയായിട്ട് ചോറോട് പഞ്ചായത്തിൽ ഇടതുപക്ഷം തുടരും. അപ്പോൾ ഈ സീറ്റുകളുടെയും ഇത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ RMPയുടെ കാലത്തുണ്ടായ ഒഞ്ചിയത്തുണ്ടായ വിഭാഗീയതര പ്രശ്നങ്ങൾ അത് ഏറെക്കുറെ പരിഹരിച്ചു എന്നാണ് ജില്ലാ നേതൃത്വമൊക്കെ പറയുന്നത്. എങ്ങനെയാണ് താഴെത്തട്ടിലെ ഒരു രീതി? അല്ല, CPIM വളരെ യുണൈറ്റ് ചെയ്തുകൊണ്ട്, വളരെ ഐക്യപ്പെട്ടുകൊണ്ട് CPIM ഒരു കാലത്തും ഇല്ലാത്ത നിലയിൽ വർദ്ധിച്ച ഐക്യത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. പാർട്ടിയിലോ പാർട്ടി പ്രവർത്തകരുടെയിലോ ഒരു അനൈക്യവും നിലനിൽക്കുന്നില്ല. നിങ്ങൾക്കതറിയും, ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് UDF-ൽ ധാരാളം അനൈക്യം നമ്മൾ കണ്ടു. വിമതന്മാർ ഒരുപാട് വന്നു. ഇവിടെ തന്നെ ഈ ഒഞ്ചിയം പഞ്ചായത്തിൽ തന്നെ UDF-ൻ്റെ അവസാന ഘട്ടം വരെ തർക്കങ്ങളായിരുന്നു. അവർ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെ നടത്തിയത് നോമിനേഷൻ കൊടുത്തിട്ടാണ്. നേരത്തെ അങ്ങനെ ഉണ്ടായില്ല. ഇത്തവണ അതിരൂക്ഷമായ തർക്കം അവരുടെ ഇടയിലുണ്ട്. പക്ഷേ CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒറ്റക്കെട്ടായി നല്ല യോജിപ്പോടു കൂടി തന്നെ വർദ്ധിത ഐക്യത്തോടു കൂടി തന്നെയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇപ്പോൾ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥി MPA വന്നതിന് ശേഷം ഒരു ഷാഫി ഫാക്ടറി വർക്ക് ചെയ്യുന്നു എന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട്. ഏതെങ്കിലും അർത്ഥത്തിൽ അത് വർക്ക് ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ? അല്ല, അവരെന്ത് ചെയ്യുന്നു എന്നത് ഞങ്ങളെ സംബന്ധിച്ചൊരു പ്രശ്നമില്ല. ഷാഫി എന്ത് ചെയ്യുന്നു, രമി എന്ത് ചെയ്യുന്നു, ഇതൊന്നും നോക്കലല്ല ഞങ്ങളുടെ പണി. അവരവർ പണിയെടുക്കട്ടെ, ഞങ്ങൾ പണിയെടുക്കും. ഇത്തവണ ആര് തന്നെ രംഗത്തിറങ്ങിക്കഴിഞ്ഞാലും അതിനൊക്കെ മറികടക്കാൻ ആവശ്യമായൊരു കരുത്ത് ഇടതുപക്ഷത്തിനുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ പിണറായി നേതൃത്വം നൽകുന്ന ഗവൺമെൻറ്. ആ ഗവൺമെൻറ് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കുകയാണ്. ഞങ്ങൾ വീട് കയറുമ്പോൾ ഒറ്റ വീട്ടിൽ നിന്ന് പോലും നിലവിലുള്ള ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള ഒരു ആക്ഷേപം ഉയർന്നു വന്നിട്ടില്ല. അത് ഇത്തവണത്തെ ഒരു പ്ലസ് പോയിൻ്റാണ്. അത് ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെ സ്വീകരിച്ചു. അതുകൊണ്ടാണ് അത്തരം ഒരു ചർച്ചയില്ലാത്തത്. അപ്പോൾ തീർച്ചയായും ഈ ഘടകമൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അതിൻ്റെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാമാണ് ഞങ്ങളുടെ ചർച്ചാ വിഷയം. അല്ലാതെ അവരെന്ത് ചെയ്യുന്നു, MP എന്ത് ചെയ്യുന്നു, MLA എന്ത് ചെയ്യുന്നു, അവരവർ പണിയെടുക്കട്ടെ, ഞങ്ങൾ പണിയെടുക്കും. ഈ സർക്കാരിനോടനുബന്ധിച്ച ചർച്ചകളല്ലാതെ മറ്റെന്തൊക്കെയാണ് പ്രാദേശിക തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ? ഇവിടെ ഒഞ്ചിയത്തിൻ്റെ സവിശേഷമായൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് 15 വർഷമായി ഒഞ്ചിയം പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് RMP UDF-ൻ്റെ നേതൃത്വത്തിലാണ്. എന്നാൽ ഈ 15 വർഷമായിട്ട് അവർക്ക് എടുത്തു പറയത്തക്ക ഒരു പദ്ധതിയും അവർക്കൂടെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കേരളത്തിലെമ്പാടും വലിയ മാറ്റങ്ങളാണ് പലയിടങ്ങളും നടന്നിട്ടുള്ളത്. മാലിന്യ സംസ്കരണത്തിൽ, കായിക സംസ്കാരം വളർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ, ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും പ്രാദേശികമായ വികസനത്തിലൊക്കെ വൻപിച്ച മാറ്റങ്ങൾ കേരളത്തിൽ ഉടനീളം വന്നു കഴിഞ്ഞു. പക്ഷെ ആ മാറ്റത്തിനൊപ്പം ഇപ്പോഴും സഞ്ചരിക്കാൻ ഒഞ്ചിയം പഞ്ചായത്തിന് കഴിഞ്ഞ 15 വർഷമായി കഴിഞ്ഞിട്ടില്ല. ഒഞ്ചിയത്തിന് യഥാർത്ഥത്തിൽ 15 വർഷം നഷ്ടപ്പെട്ട 15 വർഷമാണ്. ആ നഷ്ടപ്പെട്ട 15 വർഷത്തെ തിരിച്ചു പിടിക്കാനും ഒഞ്ചിയത്തെ ഒരു പാരമ്പര്യമുണ്ട്. ഒഞ്ചിയം എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണ്. പ്രത്യേകിച്ച് ഒഞ്ചിയം വെടിവെപ്പും അതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സംഭവങ്ങളും 10 പേരുടെ രക്തസാക്ഷിത്വവും ഇതെല്ലാമാണ് ഒഞ്ചിയത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായും അത്തരം ഒഞ്ചിയത്തിൻ്റെ പഴയ പാരമ്പര്യം, പഴയ പൈതൃകം തിരിച്ചു പിടിക്കുന്ന രൂപത്തിലേക്കുള്ള വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ഇപ്പോൾ ഒഞ്ചിയത്തെമ്പാടും നമുക്ക് കാണാൻ കഴിയുന്നത്.
എന്നാലും ഈ ഇടക്കാലത്തുണ്ടായ നിറം മാറും ഒഞ്ചിയം തിരിച്ചുപിടിക്കുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് CPM ഏരിയ സെക്രട്ടറി ബിനീഷ് പങ്കുവയ്ക്കുന്നത്. ജയ്സൽ ബഹുപ്പലാശ്ശേരിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.